ഹായ്, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞത് അടുത്ത വ്ലോഗ് ദക്ഷിണ കൊടുക്കുന്ന ഡേ ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ ഒന്നുകൂടെ വന്നു. ഇന്ന് അവിടെ ഒരു പരിപാടി ഉണ്ട്. ഇന്ന് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടി ചുമ്മാ ഒരു ചെറിയൊരു പരിപാടി പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു അവരൊരു ബ്രൈഡ് ടു ബി സെറ്റ് ആക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആണ് കളർ തീം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അതും നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന്. ഓക്കെ, ഇന്നലെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പരിപാടിയുടെ എല്ലാം. വയ്യ, തലവേദനയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോണം. പോയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നീത്തുമ്മ ഭയങ്കര സീനാണ്. അവൾ കാന്താരിയാണ്, പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഞാൻ പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാണ്. എനിക്കറിയില്ല ശരിക്കും എന്താ ചെയ്യേണ്ടത്. നമുക്ക് ഒരുമിച്ച് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്നലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ സ്കിന്നെല്ലാം ഡ്രൈ ആയി, മോശമായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. കണ്ടപ്പോ ഇന്നലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഉണ്ണീന്റെ ഫോൺ മിസ്സായി. പിന്നെ നമ്മളത് തെരഞ്ഞ് ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് പോയി. അതിന്റെ ഇടയ്ക്ക് വേറൊരു സ്ഥലത്ത് പോയായിരുന്നു, അവിടെ പോയി. പിന്നെ നമ്മീന്റെ വീട്ടിൽ പോയി നോക്കി, കിട്ടിയില്ല. പിന്നെ രാവിലെ ആയപ്പോ നമുക്ക് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പിന്നെ നമ്മളത് പോയി എടുത്തു വന്നു രാവിലെ എഴുന്നേറ്റിട്ട്. ഫോണും ബാഗും. ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ എനിക്ക് ഇതുവരെ റിസപ്ഷന് ഡ്രസ്സ് എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിനു മുന്നേ ആദ്യം പോയി ഡ്രസ്സ് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് വേണം പോണെങ്കിൽ. ടൈം ഉണ്ടാവില്ല. അതാ ഇപ്പോഴേ ഞാൻ റെഡി ആയിട്ട് പോവാണ്. തലവേദന ഉണ്ടോ ഉണ്ണി? എനിക്കൊരു സൈഡ് മാത്രം ഉണ്ട്. ഉറങ്ങിയാൽ ചിലപ്പോ ശരിയാവും. ഞാൻ ഇന്നലെ മേക്കപ്പ് ചെയ്യുമ്പോ ഇവിടെ തന്നെ ചെയ്ത്. അപ്പൊ ആ മിററിൽ എന്നെ കണ്ടിട്ട് ഞാൻ പേടിച്ച് ആരാ ഇരിക്കുന്നതെന്നൊക്കെ. അപ്സോ, വെറുതെ വിളിച്ചാടാ. യാ, കുറച്ചുകൂടെ കിടക്ക്. വയ്യ മക. ചാർജ് ആയോ? ഇത് നടക്കുക.
ഞാൻ മിററിൽ പോയിട്ട് മസ്കാര ഇട്ട് വരാം കേട്ടോ. ജസ്റ്റ് മസ്കാര ഇട്ടു. എന്താ ഓക്കെ, മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് മടി ആയതുകൊണ്ട് ഞാൻ ഹെയറിലൊന്നും അധികം പണിതില്ല, ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ചു. ഓക്കെ, ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. മേക്കപ്പും ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ റെഡിയായി. ഇനി നേരെ പോയി ഡ്രസ്സ് എടുത്ത് തിരിച്ചു വന്ന് അമ്മേനെയും പിക്ക് ചെയ്തിട്ട് വേണം നിത്തുമ്മേനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഇത് നാളെ ദക്ഷിണയുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ, മെഹന്തിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ടാറ്റാ, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ടാസ്ക് ഒക്കെ തീർത്ത് നീത്തുമ്മേൻ്റെ വീട്ടിലെത്തി ഉടനെ മെഹന്തി ഇട്ടു കേട്ടോ. മെഹന്തി ആർട്ടിസ്റ്റ് രാവിലെ വന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വൈകുന്നേരം എത്തിയപ്പോൾ ഞാനായിരുന്നു ലാസ്റ്റ് ആള്. അപ്പം മെഹന്തി ഇട്ടതിന് ശേഷം എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ മക്കളെല്ലാവരും കൂടിയാണ് ഫുൾ ബ്രൈഡ് ടു ബീൻ്റെ ഡെക്കറേഷനും പരിപാടികളൊക്കെ ചെയ്തത്. ഞാൻ അവിടെ അനങ്ങാണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. നീത്തുമ്മേനോട് പറഞ്ഞത് നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാനാണ്. അപ്പം എല്ലാവരും ബ്ലാക്കും നീത്തുമ്മ മാത്രം വേറെ കളർ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സർപ്രൈസ് കൊടുത്തത്. തലേ ദിവസം സംഗീതിന്റെ ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാത്തത് കൊണ്ട് അവൾ ഇച്ചിരി നേരം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടൊക്കെ റെഡിയായി വരിക. അവൾ ശരിക്കും ഞെട്ടി, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വന്നപ്പോഴേ അവൾ പറയുന്നുണ്ട്, അഞ്ചുമ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടല്ലേ, നമുക്കൊരു വീഡിയോ എടുക്കാണ്ട് എല്ലാവരും ബ്ലാക്ക് ആണ്, നന്നായി അത് ഇട്ട് വന്നതെന്നൊക്കെ. ബാക്കി മൊത്തം ഇത് അറേഞ്ച് ചെയ്തത് പിള്ളേരാ. റോസും അതുപോലെ കേക്ക്സും ബാക്കി ബ്രൈഡ് ടു ബി ആ ലെറ്റേഴ്സും പരിപാടികളൊക്കെ ചെയ്തത് മക്കളാട്ടോ. എല്ലാവരും അവൾക്ക് ഓരോരോ റോസ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഹഗ് ചെയ്ത് ഉമ്മയും കൊടുത്ത് ഇങ്ങനെ പോയി. അതാ എൻ്റെ കുട്ടി കരഞ്ഞ്. എനിക്കും ഇത് കണ്ടപ്പോൾ സങ്കടമല്ല, സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വന്നു. എൻ്റെ കണ്ണ് നിറയും. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും, ആരും കാണിക്കാണ്ട് എങ്ങനെയെങ്കിലൊക്കെ കൺട്രോൾ ചെയ്ത് പോവായിരുന്നു. അവിടുത്തെ അമ്മേനെ ഇവിടുത്തെ അമ്മേനൊക്കെ വിളിച്ചു, അവരും വന്നു.
എന്തായാലും പ്ലാനൊന്നും ഫ്ലോപ്പ് ആയില്ല, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നു. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇവള് ഇനി അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നിൽക്കുന്നതാണോന്ന്. അല്ല കേട്ടോ, കുട്ടി ശരിക്കും സർപ്രൈസ്ഡ് ആയി. അടിപൊളി. ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ജോബിനാണ്. ജോബിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, വന്നപ്പോൾ തൊട്ട് കാണുന്നുണ്ട് ഓൻ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ലൈറ്റിനാണെങ്കിലും ബാക്കി എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും ഇടുന്ന എഫേർട്ട് കാണുമ്പോഴറിയാം എല്ലാവർക്കും നീത്തുമ്മേനോടുള്ള ആ സ്നേഹവും കരുതലും ഒക്കെ. കുറേ ആൾക്കാർ കുറേ ദിവസം മുന്നേ വീട്ടിലുള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ബ്ലാക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മീൻ്റെ അടുത്തുനിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നതായിരുന്നു. So high, feet on the ground, but I still get by. The rules were made for someone else to try, but not me, not me. They say slow down, son, take your time, but I was born. I'm out of control tonight. Every day I came. I've been broke, I've been blessed, carry faith in an empty chest till now. The stars are down like good old friends, saying, boy, don't stop where the sky just ends. Sky is the limit, no chance to hold. Sky is the limit, I'm breaking the mold. Sky is the limit, I'm out of control tonight. നമ്മി നീത്തുന്റെ ചേച്ചി ചെസ് നമ്പർ 1 ഇതാ ഇപ്പൊ കരഞ്ഞ് ഓടിപ്പോവും. രണ്ടാം സ്ഥാനം എനിക്ക് തന്നെ തരണം പ്ലീസ്. അതിനുള്ള അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഞാനും എന്തിനൊക്കെ അറിയുന്നത്. ഞാൻ ഇവിടെ എവിടെയും പോകുന്നില്ലല്ലോ, തൊട്ടപ്പുറം തന്നെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള ആക്കനല്ലേ കെട്ടിക്കൊടുക്കുന്നത്. അപ്പൊ ചെസ് നമ്പർ 2 ഇതാ കറണ്ട് ഓടി പോകുന്നു. ബാത്റൂമിൽ പോയി കണ്ണീരൊക്കെ തുടച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരാട്ടോ. ഇതാ നീത്തുമ്മേൻ്റെയും നമ്മേൻ്റെയും നന്ദുവിൻ്റെയും അമ്മ. ഇതാണ് അവിടുത്തെ അമ്മ. അത് നിങ്ങൾക്ക് മുഖം കണ്ടാൽ മനസ്സിലാവും, എല്ലാവരും ഏകദേശം ഒരേ മുഖച്ഛായ തന്നെയാണ് ഉള്ളത്. അമ്മമാരൊക്കെ താഴെ പണിയിലായിരുന്നു. പിന്നെ വിളിച്ചു കൊണ്ടുവന്നത് അവർ കറക്റ്റ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന്. എനിക്കും അമ്മയ്ക്കും അറിയുന്നതുകൊണ്ട് ഞാനും അമ്മയും പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായത്. ഇപ്പം അമ്മ വരും. അമ്മ അതാ ഒരു ബ്ലാക്ക് ടോപ്പും ഒരു ബ്ലാക്ക് സ്കേർട്ടുമാണ് ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ അമ്മ അങ്ങനെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്ന ആളേ അല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുന്നതൊന്നും ചെറുതിലേ ചെയ്തിട്ടില്ല. ഇപ്പം നീത്തുമ്മേനോടൊക്കെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഇതാ അവൾ പറയുന്ന കരി കരി എന്ന് പറഞ്ഞ് കരിയിപ്പിക്കാൻ വരും. പക്ഷെ അമ്മ കരണ്ടില്ല കേട്ടോ. ഇനി ഞങ്ങളെ കുറച്ച് സ്നേഹ പ്രകടിപ്പിക്കലായിക്കോട്ടെ, ചേച്ചിമാരെ സ്നേഹ പ്രകടിപ്പിക്കൽ. Okay, ready? 1, 2, 3, go.
കൊടുത്ത് മാതൃക പ്രശോധന ആവാന്ന് അയ്യോ മറ്റിലേക്ക് പോയാ ഇത്രയോ